Good afternoon, my dear friends. I would like to start the class with the first module, English for communication. In this English for communication semester 2, we have four modules, four blocks. Block 1, communication and language. Block 2, receptive or passive skills. And block 3, we have productive or active skills. And the last block, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി. ഇങ്ങനെ 4 മോഡ്യൂൾസ് ആണ് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് മോഡ്യൂളാണ് ഇന്ന് ഞാനിവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലാംഗ്വേജ്. And I will start with the introduction. Let us go slowly, and if you don't understand, you would let me know. Okay, ഞാൻ പതിയെ മാക്സിമം പരമാവധി മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു തരാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, നോ പ്രോബ്ലം. ഓക്കെ, ലെറ്റ് us move on. നമുക്ക് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാം. ഇത് നമുക്ക് പ്രധാനമായും ഈ ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രധാനമായും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ബ്ലോക്ക് 1 ഫസ്റ്റ് യൂണിറ്റ് 1 എന്താണ്? ആദ്യം തന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ നമുക്ക് വരുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, മൂന്നാമത് ക്രിട്ടിക്കൽ തിങ്കിങ് ഓഫ് ദ പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ അവസ്ഥയിൽ എത്തിയത് എന്നതിനെ കുറിച്ചുള്ള ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ആൻഡ് ഫൈനലി വി ഹാവ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെസ്സേജ് ആൻഡ് ദെയർ മീനിങ്സ്. മെസ്സേജിൻ്റെ മീനിങ്ങും റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മെസ്സേജ് ആൻഡ് ദെയർ മീനിങ്സ്. മെസ്സേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ് പറയുന്നത്. നമുക്ക് പതുക്കെ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാം. നിങ്ങളിവിടെ കണ്ടിട്ടുണ്ടാവും പ്രീ റിക്വസിറ്റ്സ്, വായിക്കുന്നത് പ്രീ റിക്വസിറ്റ്സ് എന്നാണ്. ഓക്കെ, പ്രീ റിക്വസിറ്റ്സ് എന്ന് പറഞ്ഞാൽ മുൻ വ്യവസ്ഥകൾ. അതായത് നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് പ്രധാനമായും പഠിക്കുന്നത് ഈ ചാപ്റ്ററിൽ. അപ്പം ഇതിൻ്റെ മുൻ വ്യവസ്ഥകൾ, നമ്മൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയാണ് ഈ അവസ്ഥയിൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്നത്, അതിന് നമ്മളെ സഹായിച്ച കാര്യങ്ങൾ. അപ്പോൾ അത് അറിയണമെങ്കിൽ നമ്മൾ അതിൻ്റെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതാണ് ഇതിൻ്റെ മുൻ വ്യവസ്ഥകൾ പ്രീ റിക്വസിറ്റ്സിൽ പറയുന്നത്. പ്രീ റിക്വസിറ്റ്സിൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത് ഇതിൽ എവറി ഡേ വി കമ്മ്യൂണിക്കേറ്റ് വിത്ത് അവർ സറൗണ്ടിങ്സ്. Newborn babies smile, giggle and cry to communicate with their parents. We talk to our parents and family members. We smile at people or shake hands with them. Even facial expressions help us interact with one another. ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്, എന്നും നമ്മൾ നമ്മുടെ ചുറ്റുപാടുമായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്ട്, അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഏറ്റവും വലിയ ജീവിതത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് തന്നെ കമ്മ്യൂണിക്കേഷനാണ്. നമുക്കതില്ലാതെ ഒരു കാര്യവും മുന്നോട്ട് നീങ്ങുകയില്ല. അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളും, കുഞ്ഞുങ്ങളാട്ടെ, ഉണ്ടായ കുഞ്ഞുങ്ങൾ പോലും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് അവർ ചെയ്യുന്നത്? സ്മൈൽ, ഗിഗിൾ എന്ന് പറഞ്ഞാൽ ചിരിക്കുക. പിന്നെ അവർ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദെയർ പേരൻസ് ചിരിയിൽ കൂടെ, പുഞ്ചിരിയിൽ കൂടെയും പിന്നെ പൊട്ടിച്ചിരിയിൽ കൂടെയൊക്കെയാണ് കുഞ്ഞുങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മളാകട്ടെ, നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുമായിട്ട്, വീട്ടിൽ തന്നെയല്ല പുറത്തുള്ളവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നമ്മൾ അറിയാൻ മേലാത്തവരെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ സ്മൈലിൽ കൂടെ ആയിരിക്കും, ഷേക്ക് ഹാൻഡ്സ് ചെയ്തായിരിക്കും. പിന്നെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ബോഡി ലാംഗ്വേജ് ഒരുപാട് കമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് പ്രതിപാദിക്കുന്ന ഒരു കാര്യമാണ് ബോഡി ലാംഗ്വേജ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീടുള്ള ബ്ലോക്കുകളിൽ അതേക്കുറിച്ച് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒറിജിനെ കുറിച്ചാണ് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഈ സ്ഥിതിയിലെത്തിയത് എന്നുള്ളത്.
പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫ്, കമ്മ്യൂണിക്കേഷൻ ഈസ് എ ബേസിക് നീഡ് ഫോർ ഓൾ ലിവിങ് ബീങ്സ്. ഇറ്റ് ഈസ് എ വേ ഓഫ് എക്സ്ചേഞ്ചിങ് ഇമോഷൻസ്, തോട്ട്സ്, ഇൻഫർമേഷൻ ആൻഡ് ഐഡിയാസ് ബിറ്റ്വീൻ ടു ഓർ മോർ ബീങ്സ്. ഇവിടെ പറയുന്നത് ഇത് ബേസിക് നീഡ്, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം എന്ന് പറഞ്ഞതുപോലെ ബേസിക് നീഡാണ് കമ്മ്യൂണിക്കേഷൻ. എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാനപരമായ ഘടകമാണ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് എ വേ ഓഫ് എക്സ്ചേഞ്ചിങ്. നമുക്കറിയാവുന്ന കാര്യമാണ്. എന്താണ് നമ്മൾ കമ്മ്യൂണിക്കേഷനിലൂടെ എന്താ ചെയ്യുന്നത്? നമ്മുടെ വികാരങ്ങള്, വിചാരങ്ങള്, അറിവുകള് എല്ലാം നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. The mode of communication are different in different species. നമ്മളിത് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതി മനുഷ്യരിലും ജീവജാലങ്ങളിലും വ്യത്യസ്തമാണ്. അപ്പൊ ഇവിടെ ആദ്യം പറയുന്ന ഒരു എക്സാമ്പിളാണ് എങ്ങനെയാണ് ജീവികൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനൊരു എക്സാമ്പിൾ നമുക്കിവിടെ തന്നിരിക്കുന്നത്, ഹാവ് യു ഹേർഡ് ഓഫ് വാഗിൾ ഡാൻസ്? ഇതിന് പറയുന്ന പേരാണ് വാഗിൾ ഡാൻസ്. വാഗിൾ ഡാൻസിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തേനീച്ചകൾ തേൻ ശേഖരിക്കാൻ പോകുമ്പോൾ ഒരു കൂട്ടമായിട്ടാണ് പോകുന്നത്. ഒരു യു ഷേപ്പിൽ അല്ലെങ്കിൽ ഓവൽ ഷേപ്പ് ആയിരിക്കും. ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ സർക്കിൾ ആയിരിക്കും അവർ പ്രധാനമായിട്ട് മൂവ് ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. അതിനെയാണ് വാഗിൾ ഡാൻസ് എന്ന് പറയുന്നത്. അത് അവരുടെ വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ആണ്. നമ്മൾ ഈ പ്രീവിയസ് ലൈനിൽ പറഞ്ഞു, ഓരോ ജീവജാലങ്ങളും അവരുടേതായ സ്റ്റൈലിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് വാഗിൾ ഡാൻസ്. തേനീച്ച കൂട്ടമായിട്ട് സർക്കിളിലോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു മറ്റ് ബീസുമായിട്ട്. അവരെന്താണ് മെയിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അവർ കാണിച്ചു കൊടുക്കുകയാണ്, അവർ ഇൻഡിക്കേറ്റ് ചെയ്യാണ്. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കും തേൻ, എത്ര ദൂരം നമ്മൾ പോയാലാണ് നമുക്ക് പൂവിലേക്ക് എത്താൻ പറ്റുന്നത് എന്നത് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വേ ഓഫ് ഇതിങ്ങനെ വായിക്കുമ്പം തന്നെ മനസ്സിലാക്കുമ്പം തന്നെ നമ്മുടെ മനസ്സിൽ എന്ത് മനോഹരമാണ് ഈ ലോകം. കാരണം അതിൻ്റെ ഓരോ ജീവജാലങ്ങളും എങ്ങനെയാണ് അവർ മറ്റു ജീവജാലങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീങ്ങുന്നതെന്ന് ശരിക്കും ഒരു വണ്ടർഫുള്ളായ കാര്യമാണ്. അപ്പോൾ ദിസ് അലൗസ് ദം ടു ലെറ്റ് അതേഴ്സ് നോ അബൌട്ട് ദ ഡിസ്റ്റൻസ് ടുവേർഡ്സ്. ഈ വാഗിൾ ഡാൻസ് എന്തിനാണ് ഈ ബീസ് ചെയ്യുന്നത്? മറ്റുള്ളവരെ ഡിസ്റ്റൻസ് ടുവേഴ്സ് ദ ഫ്ലവർ, പൂക്കളിലേക്കുള്ള ദൂരവും എവിടെയായിരിക്കും ഈ പൂക്കൾ എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പം ഇവിടെ സ്പീഷീസ് ഉപയോഗിക്കുന്ന പ്രത്യേകതരം ഇൻസെക്ട്സ്, തേനീച്ച സ്പീഷീസ് തേനീച്ചകൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ് ഈ വാഗിൾ ഡാൻസ്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി വരുന്നത് മനുഷ്യരിലേക്കാണ്. ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ഹാസ് ഇവോൾവ്ഡ് ഓവർ എ ലോങ് പീരിയഡ്. അതായത് മനുഷ്യ ആശയവിനിമയം വളരെ കാലമായി പരിണമിച്ചു വന്നിട്ടുള്ളതാണ്. നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ എങ്ങനെയാണ് സംസാരിക്കാൻ തുടങ്ങിയത്. വെറും വാക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് പ്രകൃതിയിൽ നിന്ന് തന്നെ പ്രകൃതിയിലുള്ള ചില വാക്കുകൾ അവർ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അന്നത്തെ പോലെ ഉള്ള ഡെവലപ്മെന്റ് അല്ലായിരുന്നു, നമുക്കറിയാം അത് വ്യക്തമായിട്ട്. ഇൻ ദ ഏർലി ഡേയ്സ് ഹ്യൂമൻ ബീങ്സ് യൂസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ജസ്റ്റേഴ്സ്, സൈൻസ് ആൻഡ് സൗണ്ട്സ്. ആരംഭകാലത്ത് മനുഷ്യർ ആംഗ്യങ്ങളാണ്, പ്രത്യേകതരം സൗണ്ട് അവരുണ്ടാക്കി, പിന്നെ ആക്ഷൻസ് കാണിച്ചൊക്കെയാണ് അവർ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. ഇപ്പോഴാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഭാഷ അറിയാൻ മേലാത്ത ഒരു സ്ഥലത്താണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കാര്യം സാധിക്കുവാൻ വേണ്ടി നമ്മൾ ആക്ഷൻ കാണിക്കും, നമ്മൾ സൈൻ കാണിക്കും. അത് തന്നെയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. പക്ഷെ പണ്ട് ഇപ്പോഴും കോമൺ ആയിട്ട് ഇംഗ്ലീഷ് വരുന്നുണ്ട്. പിന്നെ കോമൺ ലാംഗ്വേജ് മിക്കവർക്കും തന്നെ മിക്ക സ്ഥലത്തും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലാംഗ്വേജ് ഡെവലപ്ഡ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അത്രയും ബുദ്ധിമുട്ട് വരികയില്ല. എങ്കിൽ പോലും നമ്മൾ പെട്ടെന്ന് സ്റ്റക്ക് ആകുമ്പോൾ എല്ലാ രാജ്യത്തിലും ഇപ്പം ഇംഗ്ലീഷ് ഉപയോഗിക്കണം എന്നില്ല, നമ്മൾ ഈ സൈൻ ലാംഗ്വേജസ് ഉപയോഗിക്കും. നമ്മുടെ
കാര്യസാധ്യത്തിന് വേണ്ടി. പിന്നെ വരുന്നത് ദ ട്രാൻസിഷൻ ഫ്രം എ പ്രൈമർലി ഓറൽ കൾച്ചർ ടു റിട്ടൺ കൾച്ചർ ഹാപ്പൻ ആസ് പാർട്ട് ഓഫ് ദി എവല്യൂഷൻ കമ്മ്യൂണിക്കേഷൻ. ഇത് മനുഷ്യരിൽ പിന്നീട് ആശയവിനിമയം, വാക്കാലുള്ള ആശയവിനിമയം അത് ലിഖിത വിനിമയത്തിലേക്ക് മാറി. അതായത് മനുഷ്യരിൽ വാക്കാലുള്ള ആശയവിനിമയം ആരംഭിച്ചത് ഹാപ്പൻ ആസ് പാർട്ട് ഓഫ് ദി എവല്യൂഷന്റെ ഭാഗമായിട്ട് മനുഷ്യൻ വാക്കാലുള്ള കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ലിഖിത കമ്മ്യൂണിക്കേഷന്റെ രീതി വരെ എത്തി. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻ ഹ്യൂമൻ സ്റ്റാർട്ടഡ് വിത്ത് ഒനോമാറ്റോപോയിക് വേർഡ്സ്. അതായത് മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങിയത് ഈ ഒരു ആരംഭത്തോടെയാണ്. ബിലീവ്ഡ് ദാറ്റ് വെർബൽ കമ്മ്യൂണിക്കേഷൻ മനുഷ്യരിൽ തുടങ്ങിയത് ഒനോമാറ്റോപോയിക് സൗണ്ട്സ്, മീനിങ് ഒനോമാറ്റോപോയിക് സൗണ്ട്സ് എന്ന് പറഞ്ഞാല് words that sound like the thing they refer to. Example, buzz, hiss, meow, roar. അതായത് ജീവികൾ പുറപ്പെടുവിപ്പിക്കുന്ന സൗണ്ടുകളെ ആസ്പദമാക്കിയായിരുന്നു ആദ്യകാലങ്ങളിൽ മനുഷ്യൻ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ഇപ്പം നമുക്കറിയാം, തേനീച്ച ബസ് സൗണ്ട് ഉണ്ടാകും, പിന്നെ സ്നേക്കാണ് ഹിസ് സൗണ്ട്, ക്യാറ്റ്സ്, ഇവരൊക്കെ ഉണ്ടാക്കുന്ന സൗണ്ടുകളാണ് മനുഷ്യൻ ഇവരെ ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് വെർബൽ സൗണ്ട്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. ഈ പാരഗ്രാഫിൽ അവസാനമായി പറയുന്ന ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ ഈസ് സുപ്പീരിയർ ടു ആനിമൽ കമ്മ്യൂണിക്കേഷൻ മെയിൻലി ബിക്കോസ് ഓഫ് ദ ഹ്യൂമൻ എബിലിറ്റി ഫോർ വെർബൽ കമ്മ്യൂണിക്കേഷൻ. മനുഷ്യ ആശയവിനിമയം മൃഗ ആശയവിനിമയത്തെക്കാൾ മികച്ചതാണ്, പ്രധാനമായും വാക്കാലുള്ള ആശയവിനിമയത്തിനുള്ള മനുഷ്യന്റെ കഴിവ് കാരണം. നമ്മൾ മൃഗങ്ങളെക്കാളും മികച്ചതാണെന്ന് പറയാൻ ഉള്ള കാരണം നമ്മുടെ കഴിവാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ വാക്കുകൊണ്ട് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന കഴിവുള്ളത് കൊണ്ടാണ് നമ്മളെ ഇവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. വി ക്യാൻ യൂസ് സിംബൽസ്, വേർഡ്സ് ടു ടോക്ക് അബൌട്ട് തിങ്സ് ദാറ്റ് ആർ നോട്ട് പ്രസന്റ്. നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനും പിന്നെ അമൂർത്ത ആശയങ്ങളെ കുറിച്ച് ആശയവിനിമയം നടത്താനും വികാരങ്ങളും മനോഭാവങ്ങളും പങ്കിടാനും നമുക്ക് ചിഹ്നങ്ങൾ ഉപയോഗിക്കാം. അതിനാണ് all this happens because of certain common and shared concepts. പങ്കിട്ടതുമായ ഇതെല്ലാം സംഭവിക്കുന്ന എന്താണ്? ചില പൊതുവായതും പങ്കിട്ടതുമായ ആശയങ്ങൾ മൂലമാണ്. ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലെറ്റ് us continue, proceed. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ next, I hope the screen is clear to you. Okay, we use casual language to communicate with them as there would be continuous flow of ideas, thoughts and emotions. These are expressed without any restraints. Communications in a classroom, in contrast, is formal. It has a formal setting. During a seminar or conference, we maintain a decorum of language and behavior. We classify most forms of communication as either ഫോർമൽ ഓർ ഇൻഫോർമൽ. ഈ പാരഗ്രാഫിൽ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത് നമ്മൾ കമ്മ്യൂണിക്കേഷനെ രണ്ട് രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എന്ന് പറയും. ഔപചാരികം, അനൗപചാരികം നമുക്കറിയാവുന്ന കാര്യമാണ്. ആശയവിനിമയം നടത്താൻ നമ്മൾ കാഷ്വൽ ഭാഷ ഉപയോഗിക്കുന്നു. കാഷ്വൽ ഭാഷ അതായത് നമ്മളെപ്പോഴാണ് അത് ഉപയോഗിക്കുന്നത്? ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം ആസ് ദെയർ വുഡ് ബി കണ്ടിന്യൂസ് ഫ്ലോസ്. നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന കാഷ്വൽ ലാംഗ്വേജാണ്. നമ്മൾ ഒരു മോഡിഫൈ ചെയ്ത് എന്താ പറയുക, ഒരു ഔപചാരികമായിട്ടല്ലല്ലോ നമ്മൾ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സംസാരിക്കുന്നത്. പക്ഷെ നമ്മളൊരു ഫങ്ഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത്
നമ്മൾ എടുക്കുമ്പം നമ്മൾ സാധാരണ സെമിനാറോ ക്ലാസ്സോ ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡെക്രം ഓഫ് ലാംഗ്വേജ് ആൻഡ് ബിഹേവിയർ, നമ്മളൊരു എന്താ പറയുക, നമ്മൾ ശരിക്കും ഒരു ഔപചാരികമായിട്ടാണ് നമ്മൾ പെരുമാറുന്നത്. ഒരു ഡെക്കറം, ഒരു അലങ്കാരം നിലനിർത്താൻ വേണ്ടി. അപ്പം നമ്മൾ കമ്മ്യൂണിക്കേഷനെ നമ്മൾ 2 രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു: ഔപചാരികം, അനൗപചാരികം. അതിനൊരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ തന്നെ പറയുന്നുണ്ട്. എക്സാമ്പിളിലേക്ക് പിന്നെ വരാം. നമ്മളിവിടെ തന്നെ പറയുന്നുണ്ട്. അതായത് ഇവിടെ we will discuss formal and informal communication at length in the next unit. അടുത്ത യൂണിറ്റിൽ ഈ ഔപചാരിക അനൗപചാരിക കമ്മ്യൂണിക്കേഷനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അതായത് ഇതിനെക്കുറിച്ച് ഒരു എക്സാമ്പിൾ ഇവിടെ തരുന്നുണ്ട്. നമ്മൾ കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു എക്സാമ്പിളാണ് താഴെ തന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഓൺ മൺഡേ ജീന ഈസ് ഹാവിങ് എ മീറ്റിംഗ് അറ്റ് 9 AM in her office. So she has to leave early for the office. We can imagine the following communication to be taking place between Gina and her mother on Sunday. ഇത് ഒരു കാഷ്വൽ ടോക്കാണ്, അതായത് അനൗപചാരികമാണ്, ഒഫീഷ്യൽ അല്ല. അമ്മനോട് പറയാണ്, Mom, tomorrow I have a meeting in the morning. Mom എന്ന് പറഞ്ഞു, ഓക്കെ, when will you leave for office? എത്ര മണിക്കാണ് പോകുന്നത്? അപ്പോൾ മറുപടി പറഞ്ഞു, 8 മണിക്ക്. Give me breakfast 7:30 തരാമോ? അമ്മ, ഷുവർ, ഐ വിൽ പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ് ഫോർ യു. ഇതാണ് ഒരു അനൗപചാരികമായ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത്. നോക്കാം. ഹിയർ വി ക്യാൻ സീ 2 people, Gina and her mother. In conversation, Gina is communicating her needs and informing her mother that she has to leave early. They communicated by using words. ഇവിടെ ഇവര് വാക്കുകൾ ഉപയോഗിച്ചാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. There would have the possibility of non-verbal communication during the above conversation. നോൺ വെർബൽ, അതായത് ആംഗ്യ ഭാഷ, വേർഡ്സ് അല്ലാതെ, വേർഡുകൾ ഉപയോഗിക്കാതെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കാം ഇവിടെ എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അമ്മയോട് ചോദിച്ചപ്പോൾ ജീനാസ് മോം വുഡ് ഹാവ് നോഡഡ് ഹെർ ഹെഡ് ഇൻ റെസ്പോൺസ് ടു ജീനാസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഫോർ എക്സാമ്പിൾ, ടുമോറോ ഐ ഹാവ് എ മീറ്റിംഗ് ഇൻ ദ മോർണിംഗ്. ഓക്കെ, വെൻ വിൽ യു ലീവ് ഫോർ ഓഫീസ്? ക്യാൻ യു പ്ലീസ് give me breakfast at 7:30 PM എന്ന് പറഞ്ഞപ്പോൾ അമ്മ തലം കൊണ്ട് കാണിച്ചു കാണും, നോട്ട് ചെയ്ത് കാണും മറുപടിയായിട്ട്. അത് വെർബലാണ്, അല്ല സോറി, അത് ഓറലായിട്ട്. നോ, അത് ആക്ഷനാണ്. അപ്പം ജീനാസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ആൻഡ് ജീന കുഡ് ഹാവ് ഇൻഡിക്കേറ്റഡ് ടുമോറോ ബൈ വേവിങ് ഹർ ഹാൻഡ്സ് ഇൻ എ സെമി സർക്കിൾ. നമ്മളിങ്ങനെ നാളെ ഇങ്ങനെ നമ്മൾ പറയും. അപ്പം അത് ജസ്റ്ററിൽ കൂടെയാണ് കാണിക്കുന്നത്. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 രീതിയിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, വേർഡ്സും ആക്ഷനും. ഹിയർ ആർ ഫ്യൂ ടൈപ്പ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഇവിടെ നമുക്ക് വാക്കാലുള്ള ആശയവിനിമയത്തിന്റെ ചില തരങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ആശയവിനിമയം നമുക്ക് ഇവിടെ 2 രീതി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആക്ഷനും ഉണ്ട്, ഒന്ന് വാക്കാലുള്ളത്. ഹിയർ ആർ എ ഫ്യൂ ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. വി ഹാവ് ഹിയർ വെർബൽ കമ്മ്യൂണിക്കേഷൻ. the first one, intrapersonal, then we have interpersonal, then we have extrapersonal, and we have mass communication, and we have 4 types, 4 രീതിയിലുള്ള ആശയവിനിമയ തരങ്ങളുണ്ട്. 4 തരത്തിലുള്ള ആശയവിനിമയ രീതികൾ. ഇൻട്രാപേഴ്സൺ വായിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻട്രാപേഴ്സണൽ, ഇന്റർപേഴ്സണൽ, എക്സ്ട്രാ പേഴ്സണൽ, മാസ് കമ്മ്യൂണിക്കേഷൻ. ഈ വേർഡുകളിൽ നിന്ന് തന്നെ നമുക്കിതിൻ്റെ മീനിങ് ശ്രദ്ധിക്കാൻ പറ്റും, മീനിങ് കിട്ടും. അതായത് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, നമ്മളോട് തന്നെ സംസാരിക്കുന്നതിനെയാണ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളും മറ്റൊരാളോട്
കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മറ്റുള്ളവരുമായിട്ട്. എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ആൾക്കാരോട്, അധിക ജീവനക്കാരോട് ഉള്ള കമ്മ്യൂണിക്കേഷൻ. മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സദസ്സിനോട് അല്ല ലോകത്തോട് മൊത്തം, ഇങ്ങനെ മാസ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പം ന്യൂസ് മാസ് കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, നമ്മൾ ഓരോന്നും ഈ 4 തരത്തിലുള്ള ആശയവിനിമയ രീതി നമ്മൾ ഓരോന്നും 1 by 1 ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യമാണ് ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഐ ഹോപ്പ് ഹൗ ടു റീഡ് ദിസ്. നിങ്ങൾക്ക് ഒന്നും കൂടെ വായിച്ചു തരാം. ഇൻട്രാ പേഴ്സണൽ, ഇന്റർ പേഴ്സണൽ, എക്സ്ട്രാ പേഴ്സണൽ, മാസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകാം. ഫസ്റ്റ് വൺ, all of us communicate with ourselves through thoughts and interior monologue. ഈ ഇന്റീരിയർ മോണോലോഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളോട് തന്നെ സംസാരിക്കും, ഒച്ചത്തിലല്ല. നമ്മൾ ചില സമയം നമ്മൾ ആരും ഇല്ലാത്ത സമയം നമ്മൾ ഒച്ചത്തിൽ ചിന്തിക്കാറുണ്ട്. ഓ അങ്ങനെ ചെയ്താലോ, യെസ്. ചില സമയം നമ്മളോട് തന്നെ ഉള്ളിൽ നമ്മളിങ്ങനെ സംസാരിക്കും, നമ്മൾ പ്ലാനിങ് ചെയ്യും, കുറെ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സംസാരത്തിനെ, കമ്മ്യൂണിക്കേഷനെയാണ് ഇന്റീരിയർ മോണോലോഗ്. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ, സെൽഫ് കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഇൻട്രാ പേഴ്സണൽ, അതായത് ഫസ്റ്റ് വൺ, ദിസ് വൺ, ഇൻട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സെൽഫ് കമ്മ്യൂണിക്കേഷൻ, അതായത് മോണോലോഗ്, നമ്മളോട് തന്നെ സംസാരിക്കുന്ന രീതി. ഇറ്റ് ഈസ് കോൾഡ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. എ റെപ്രസെന്റേറ്റീവ് ഇമേജ് ഓഫ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ഗിവൺ ബിലോ. ഓക്കെ, ലെറ്റ് us look at. ഇതാണ് എക്സാമ്പിൾ ഫോർ ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. കുട്ടി അവനോട് തന്നെ പറയാം, വാട്ട് ഷുഡ് ഐ ഹാവ് ഫോർ ഡിന്നർ? എന്തായിരിക്കും എനിക്ക് നീ ഡിന്നർ കഴിക്കാൻ കിട്ടുക, ഞാൻ എന്തായിരിക്കും കഴിക്കേണ്ടത്? ഓക്കെ, അവനോട് തന്നെ സംസാരിക്കുക. ഇതാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ്, എവറി ഡേ വി ഓൾസോ ടോക്ക് ടു അവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ദീസ് കോൺവെർസേഷൻസ് ഇൻക്ലൂഡ് 2 or more people. നമ്മൾ എന്നും വീട്ടിൽ സംസാരിക്കുന്നുണ്ട് എല്ലാവരുമായിട്ട്, ഒരാളോടോ അതിൽ കൂടുതൽ വ്യക്തികളോട്. ദിസ് പാർട്ടിസിപ്പന്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ മോഡ് ഇസ് കോൾഡ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത്തെ ടൈപ്പിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ വേറൊരാൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്, നമ്മൾ വേറൊരാളുമായിട്ട്, ഒന്നോ അതിൽ കൂടുതലോ ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. അതിനാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ദിസ് പാർട്ടിസിപ്പന്റ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ മോഡ് ഈസ് കോൾഡ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. നോക്കുക, ദിസ് പാർട്ടിസിപ്പന്റ് ബേസ്ഡ്, അതായത് വേറൊരാൾ നമ്മുടെ ഡയലോഗിൽ പങ്കുചേരുകയാണ്. നമ്മൾക്ക് മറുപടി തരാനോ ക്വസ്റ്റ്യൻ ചെയ്യാനോ ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന രീതിയാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇൻ ദി ഇമേജ് ഗിവൺ ബിലോ വി ക്യാൻ സീ 2 people in a conversation. Imagine a conversation between them and try to write it down. നിങ്ങൾക്കൊരു ഹോംവർക്കാണ് ഇത്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷൻ എന്താണെന്ന് ഊഹിച്ചെഴുതാൻ പറഞ്ഞു. ഇതാണ് ഒരു ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഇത് ഒരാൾ തന്നെ ആകണമെന്നില്ല, കൂടുതൽ ആൾക്കാർ ഇതിൽ പങ്കുചേരാം, അതിൽ കുഴപ്പമില്ല. നെക്സ്റ്റ് വരുന്നതാണ് മൂന്നാമത്തെയാണ്, അനദർ തിങ് ടു റിമെമ്പർ ഈസ് ദാറ്റ് വി കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ ബീങ്സ്. നമ്മൾ മനുഷ്യരോട് മാത്രമല്ല അല്ലാത്ത ജീവികളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. വെൻ വി റീച്ച് ഹോം അവർ പെറ്റ്സ്, നമ്മൾ വളർത്തു മൃഗങ്ങൾ മേ കം റണ്ണിങ് ടു അസ് ടു ഷോ അഫെക്ഷൻ. വളർത്തു മൃഗങ്ങൾ നമ്മൾ വീട്ടിലെത്തുമ്പം ഓടി വരും അവരുടെ സ്നേഹം കാണിക്കാൻ. വി സ്ട്രോക്ക് ദം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ഇങ്ങനെ തലോടും. ആൻഡ് ടോക്ക് ടു ദം, നമ്മളെ തലോടി നമ്മൾ അവരോട് സംസാരിക്കുന്നു. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ടച്ച് ആൻഡ് ദ സൗണ്ട്സ് വി പ്രൊഡ്യൂസ് ആർ പാർട്ട് ഓഫ് എ യൂണിക് കൈൻഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഈ കാര്യത്തിൽ ചെയ്യുന്നത് ഒരു പ്രത്യേക കോൺവെർസേഷനാണ്. നമ്മൾ അവരെ തലോടുന്നു, അതൊരു രീതിയിലുള്ള കോൺവെർസേഷനാണ്. നമ്മൾ സ്ട്രോക്ക് ചെയ്യുന്നു, കെയർ ചെയ്യുന്നു, നമ്മുടെ സ്നേഹം കാണിക്കുന്നു, വാക്കൊന്നും അധികം നമ്മൾ അവർക്ക് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ നന്ന മനോഹരമായിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു.
This interaction between human and non-human being is termed extrapersonal communication. എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരും ജീവികളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ കണ്ടന്റ് ഇവിടെയാണ്. ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ ബീങ്സ്. നോൺ ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരല്ലാത്ത ജീവികൾ, മൃഗങ്ങളോട് പ്രത്യേകിച്ച് നമ്മുടെ പെറ്റ് ആനിമൽസിനോട് നമ്മൾ സംസാരിക്കുക. ഈവൻ അത് പെറ്റ് അല്ലാത്തതാണെങ്കിലും നമ്മൾ ചിലപ്പം ചേസ് ചെയ്യാൻ വേണ്ടി ശുശൂന്ന് സൗണ്ട് വെച്ച് നമ്മൾ അവരെ ഓടിക്കാറില്ല, അങ്ങനെയുണ്ട്. അപ്പം നമ്മൾ അതൊരു കമ്മ്യൂണിക്കേഷനാണ്. ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് നോൺ ഹ്യൂമൻ ബീയിങ് ഈസ് ടേംഡ് എക്സ്ട്രാ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഫൈനലി നമ്മൾ ലാസ്റ്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരുവാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് നോട്ട് ലിമിറ്റഡ് to these modes of interactions. അതായത് ഇവിടം കൊണ്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ തീരുന്നില്ല. ഈ ഒരു 3 മോഡും കൊണ്ട് നമ്മുടെ തീരുന്നില്ല. If the sender and the receiver are present in the same place, communication can take place even when the sender and receiver are separated by space and time. നമ്മൾ വിചാരിക്കും കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് നിന്ന് സംസാരിച്ചാൽ മാത്രമേ ആവുള്ളൂ. അല്ല, അതാണ് ഇവിടെ പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ക്യാൻ ടേക്ക് പ്ലേസ് ഈവൻ വെൻ ദ സെൻഡർ ആൻഡ് റിസീവർ ആർ സെപ്പറേറ്റഡ് ബൈ സ്പേസ് ആൻഡ് ടൈം. സ്പേസിലിരുന്ന്, ഫോർ എക്സാമ്പിൾ ശുഭാം ശുക്ല സ്പേസിലിരുന്നുകൊണ്ടാണ് സംസാരിച്ചത്. അപ്പം അടുത്തിരിക്കണമെന്നില്ല. കമ്മ്യൂണിക്കേഷൻ എത്ര ദൂരെ ഇരുന്നാലും എത്ര കാണാമറയത്തായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, യു ആർ അവെയർ ഓഫ് ഇവൻറ്റ്സ് ഹാപ്പനിങ് ഇൻ അതർ കൺട്രീസ്. ദിസ് ഈസ് മെയ്ഡ് പോസിബിൾ ബൈ വേരിയസ് മീഡിയ ഇൻക്ലൂഡിംഗ് ന്യൂസ് പേപ്പേഴ്സ്, TV, magazines and social media, which brings you information about the affairs of the world. Affairs of the world means ലോക കാര്യങ്ങൾ നമുക്ക് അറിവ് ലഭിക്കുന്ന ഇവയിൽ നിന്നൊക്കെയാണ്. This form of communication through media that disseminates information to multiple receivers simultaneously is called mass communication. ഇതാണ് 4ാമത്തെ ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ. മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാവർക്കും ഇൻഫോർമേഷൻ സൈമൾട്ടേനിയസ്ലി സെയിം ടൈം, ഒരേ സമയത്ത് എല്ലാവർക്കും കിട്ടുന്ന മെസ്സേജിനെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇവിടെ നിർത്തുകയാണ്. ബാക്കി ക്ലാസ്സും നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, എവരി വൺ ടേക്ക് കെയർ. നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ. നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കാൻ നിൽക്കണ്ട. അപ്പം നിങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്യുക. ഐ ഹോപ്പ് നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.